Assalamualaikum. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി സീബ്ര കേക്ക്. ചിലർക്ക് റെഡിയാവില്ല. ഇതിപ്പം വേറെ ഡിസൈനായി പോയി. സംഭവം അടിപൊളിയാ. എല്ലാരും ഒന്ന് കണ്ടോക്കേ. നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ അളന്നെടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ 2-3 പ്രാവശ്യം അരച്ചാൽ അത്രയും നല്ലതാണ്, എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അതിന് കഴിയില്ലെങ്കിൽ നിങ്ങളൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. കാരണം നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലായിടത്തും എത്തിയിട്ട് കേക്ക് നല്ല പോലെ പൊങ്ങി വരാനൊക്കെ ഇത് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എടുക്കുന്ന ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും നല്ല പോലെ ഡ്രൈ ആയിട്ടിരിക്കണം, ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് വന്നാൽ നമ്മുടെ ഈ ഒരു മുട്ടയുടെ സ്മെല്ല്, ചിലരൊക്കെ പറയാറുണ്ട് കേക്കിന് മുട്ടയുടെ സ്മെല്ലെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഈ ഒരു കൺസിസ്റ്റൻസി വരെ കിട്ടുകയാണെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒഴിവാക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ബട്ടർ വേണ്ടവർക്ക് ബട്ടർ ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാടിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇവിടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർക്കുക, അല്ലാതെ ഓവർ മിക്സ് ആകാൻ പാടില്ല. നമ്മൾ കുറേശ്ശെയായിട്ട് കട്ടകളൊന്നും കൂടാതെ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യുക. ഞാനിവിടെ ഫാസ്റ്റായിട്ട് കാണിക്കുന്നതാണ്, വളരെ പതുക്കെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ അങ്ങനെ തന്നെ താഴ്ന്നു പോകും. അപ്പം ബാറ്റർ താഴ്ന്നു പോകാതെ നമുക്ക് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 2 ബൗൾ എടുത്തിട്ട് ഞാൻ ബാറ്റർ ഒരേപോലെ 2 ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാനിത് പകുതിയിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഇല്ലാത്തവർ കുറച്ച് കോഫി പൗഡർ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ അതുപോലെ നിങ്ങൾക്ക് ഫ്ലേവർ ഏതാണോ കൂടുതൽ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. 1/4 ഭാഗം ബാറ്റർ എടുത്തിട്ട് അതിലേക്ക് വേറെ ഫ്ലേവറും 1/4 ഭാഗം വാനില ഫ്ലേവറും അങ്ങനെ തന്നെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പകുതിയാണ് ചെയ്തത്. അപ്പോൾ പകുതിയിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊക്കോ പൗഡറുടെ ബാറ്റർ നല്ല കൺസിസ്റ്റൻസിയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വാനിലയുടെ ബാറ്റർ കുറച്ചങ്ങ് ലൂസായി പോയി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡിസൈൻ ശരിയാവാതെ വന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ പാലിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ 3 മുട്ടയുടെ വലിപ്പം കൂടിയതുകൊണ്ടാവാം നമ്മുടെ ബാറ്റർ ലൂസായത്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനിയൊരു പാനിലേക്ക് ഞാൻ ഒരു 8 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം വാനിലയുടെ ഒരു 2.5 തവിയോളം വാനിലയുടെ ബാറ്റർ ഒഴിച്ചു. പിന്നെ ചോക്ലേറ്റിൻ്റെ ബാറ്റർ, പിന്നെയും വാനിലയുടെ ബാറ്റർ. അപ്പോൾ നമ്മൾ മുമ്പൊരു സീബ്ര കേക്ക് ചെയ്തിരുന്നല്ലോ അരിപ്പൊടി വെച്ചിട്ട്, ആ ഒരു സെയിം രീതിയിലാണ് ചെയ്തത്. പക്ഷേ ഡിസൈൻ മാത്രം നമുക്ക് കറക്റ്റായിട്ട് വന്നില്ല, കാരണം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ്. അപ്പോൾ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ബാറ്റർ ഒരുപാട് ലൂസാകാൻ പാടില്ല. ഈ ഒരു സീബ്ര കേക്കൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ബാറ്റർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓവനിൽ ചെയ്യാം. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് 25-30 മിനിറ്റ്സ് ആകുമ്പോൾ റെഡിയാവും. ഞാനിപ്പോൾ ഇതൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുക്കർ നന്നായിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു കുക്കറിലേക്ക് പതുക്കെ ഇറക്കി വെച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്, പിന്നെ ടോട്ടൽ 35 മിനിറ്റ്, പിന്നീട് ലോ ഫ്ലെയിമിലുമായിട്ട് 35 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കണ്ടില്ലേ കേക്ക് നല്ലപോലെ കുക്കായിട്ടുണ്ട്. സൈഡ്സൊക്കെ ചെറുതായി ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ച് കത്തിയോ എന്തെങ്കിലും വെച്ച് ഒന്നങ്ങ് കുത്തി നോക്കിയിട്ട് നമുക്ക് ഉൾഭാഗമൊക്കെ വെന്തോന്ന് ചെക്ക് ചെയ്യാം. മുകൾ ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നോക്കാം.
കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റും സോഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡിസൈൻ്റെ കാര്യം മാത്രമാണ് അബദ്ധമായി പോയത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാതെ വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഒരു പായസ്മോൻ്റെ ആ ഒരു ക്യാപ്ഷൻ വന്നതോടുകൂടി ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. കണ്ടില്ലേ, നമ്മുടെ 2 തരത്തിലുള്ള ഡിസൈനാണ്. ഈ ഒരു സൈഡ്സൊക്കെ താഴ്ഭാഗത്ത് കൊക്കോ പൗഡർ അങ്ങനെ തന്നെ പോയി, മുകൾ ഭാഗത്ത് വാനിലയുടെ ബാറ്റർ വന്നിട്ട് ആ ഒരു ഡിസൈനാണ് കിട്ടിയത്. അപ്പോൾ സെൻറ്ററിൽ അത്യാവശ്യം ഒരു സീബ്ര കേക്ക് അല്ലെങ്കിലും ഒരു മാർബിൾ എഫക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. ചെയ്യുന്ന സമയത്ത് ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ചിലവരത് ശരിയാവും, ചിലവരത് ശരിയാവില്ല. എൻ്റെ ഇപ്പോൾ ശരിയായില്ല, എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലിൻ്റെ പടത്തിൽ 3 ഓപ്ഷൻസ് കാണാം. അതിന് മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.